ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, നടൻ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ്. മുൻ ചിത്രങ്ങളുടെ പ്രതിഫല വിവരങ്ങൾ കൈമാറാനാണ് നിർദ്ദേശം. 2022 ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയിരുന്നു. വിവരങ്ങളുമായി SS ശരൺ നമുക്കൊപ്പം. SS ശരൺ, ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ 3-4 വർഷമായി പൃഥ്വിരാജ് അഭിനയിച്ച ചിത്രങ്ങൾ ഏതൊക്കെയാണ്? സുജിയ, 2022 ഇതുമായി ബന്ധപ്പെട്ടൊരു പരിശോധന ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതാണ്. 2022 ഡിസംബറിലാണ് പൃഥ്വിരാജിന്റെ ഓഫീസിലടക്കം ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നത്. സാധാരണഗതിയിൽ എല്ലാ വർഷവും ഇതുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പ് പരിശോധനകൾ നടത്തുന്നതാണ്. ഈ ആദായ നികുതി റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പരിശോധനകൾ നടത്തുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അന്ന് പരിശോധനകൾ നടത്തിയിരുന്നത്. അതിൽ തന്നെ ആ കാലഘട്ടത്തിൽ ആ സമയത്ത് അഭിനയിച്ച ചിത്രങ്ങളുടെ പ്രതിഫലം, അതായത് എത്രത്തോളം രൂപയാണ് പൃഥ്വിരാജ് പ്രതിഫലമായി പറ്റിയെന്നുള്ളതും അത് ആദായ നികുതി അടച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലടക്കം വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധനകൾ നടന്നിരുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് പൃഥ്വിരാജിന് ഇത് സംബന്ധിച്ചുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത്. നേരിട്ട് ഹാജരായി തന്നെ രേഖകൾ ഹാജരാക്കണം. ഒപ്പം തന്നെ ഈ ഇതടക്കമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വിവരങ്ങൾ എന്നുള്ളത് കൃത്യമായി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടല്ലോ, ആ പ്രൊഡക്ഷൻ കമ്പനിയുടെ ടേൺ ഓവർ അടക്കം വ്യക്തമാക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും അക്കാര്യത്തിലെല്ലാം തന്നെ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനകൾ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ അറിയാൻ കഴിയുന്നത് ഇത് എമ്പുരാനുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അല്ലെങ്കിൽ അതിന്റെ ഒരു പശ്ചാത്തലത്തിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നുള്ളതാണ്. ഇത് നേരത്തെയുള്ള ചിത്രങ്ങൾ, പൃഥ്വിരാജ് നേരത്തെ അഭിനയിച്ച 2022 കാലഘട്ടത്തിൽ ആ സമയത്ത് അഭിനയിച്ച ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രതിഫലം വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പൃഥ്വിരാജ് ഹാജരാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്.